എൻ്റെ നാട്ടുകാരിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ട്വിസ്റ്റായിട്ട് ഇരിക്കട്ടെ എന്നാണ് ഓള് പറയുന്നത്. ഓക്കെ, ക്ലിയർ ഉണ്ട്. എൻ്റെ ഇത് ശരിയാണല്ലോ. ഓക്കെ. ഹലോ ഗൈസ്, നമ്മുടെ ചാനലിൽ ഒരുപാട് ദിവസങ്ങളായി ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതെ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലവ് സ്റ്റോറി പറയാൻ പോകുന്ന അല്ലേ ബേബി? യെസ്. ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാട്ടോ ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കമൻ്റായിട്ട് വരുത്തുന്നുണ്ട് ലവ് സ്റ്റോറി പറയൂ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലവ് സ്റ്റോറി ഇന്ന് തുറന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുഭാഷ്. എൻ്റെ വീട് വരുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ തിരുനെല്ലിക്കടുത്ത് അപ്പപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അപ്പപ്പാറയിലാണ് എൻ്റെ വീട് വരുന്നത്. ഇനി ബേബി പരിചയപ്പെടുത്തും. ബേബീനെ പരിചയപ്പെടുത്താം. ബേബി എന്നെ പരിചയപ്പെടുത്തും. ഞാൻ കഥ പറഞ്ഞുതരാം. കഥ ഒന്നും പറയണ്ട, നീ പരിചയപ്പെടുത്ത്. പേര് എന്നൊക്കെ ഞാൻ പറയാം. ബേബിയുടെ പേര് അലീന. ബേബിയുടെ പേര് അലീന. ഞാൻ ബേബീനെ വിളിക്കുക. കല്യാണം കഴിഞ്ഞ മുതൽ ബേബി എന്ന് വിളിച്ച് ശീലമായിപ്പോയി. അവളെ വീടും അപ്പപ്പാറ തന്നെ കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പക്ഷേ ഇവള് എൻ്റെ നാട്ടുകാരിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ട്വിസ്റ്റായിട്ട് ഇരിക്കട്ടെ എന്നാണ് ഓള് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 10 പ്ലസ് ടു കഴിഞ്ഞ് അക്കൗണ്ടിങ് കോഴ്സ് എടുത്ത്, പ്രൈവറ്റായിട്ട് അക്കൗണ്ടിങ് കോഴ്സ് എടുത്ത്, അക്കൗണ്ടിങ് കോഴ്സെല്ലാം കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലവ് സ്റ്റോറി തുടങ്ങുന്നത് അല്ലേ ബേബി? യെസ്. അതായത് അക്കൗണ്ടിങ് കോഴ്സൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാനന്തവാടി ഹോം ടൗൺ ആയിട്ടുള്ള മാനന്തവാടിയിൽ അവിടെ ചെറിയൊരു അക്കൗണ്ടിങ്ങിൽ ചെറിയ ജോലി കിട്ടി. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ ബസ്സില്ല. നൈറ്റ് അങ്ങോട്ട് ബസ്സില്ല. രാത്രി സമയത്ത് ബസ്സില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്തായിരുന്നു താമസം. ചേച്ചീൻ്റെ വീട് മാനന്തവാടിക്കടുത്ത് തലപ്പുഴ 44 എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞാൻ ഈ ഷോപ്പിലേക്ക് ഡെയിലി ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ചേച്ചീൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ഇനി ബാക്കി പറയും. ബേബി എങ്ങനെയാണെന്ന് പറയും. പറഞ്ഞോ. പ്ലസ് 2 പഠിക്കുന്ന സമയം ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് ഞാനും ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പോന്നു. ചേച്ചീൻ്റെ വീടും എൻ്റെ ചേച്ചീൻ്റെ വീടും ഇവളുടെ ചേച്ചീൻ്റെ വീടും ഏകദേശം തൊട്ടടുത്തായിട്ടാണ്. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഇതിലായിരുന്നു വീട്. അപ്പോൾ ഇവള് ബസ് കയറാൻ വരും. നമുക്കൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. തലപ്പുഴ ഈ 44 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഞങ്ങൾ ബസ് കയറാൻ വരും. ഇവളും വരും, ഞാനും വരും ഒരേ ടൈമിൽ. ആ ടൈമിലാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും. പക്ഷേ ഇവൾ എൻ്റെ നാട്ടുകാരിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. പിന്നീട് സംസാരിച്ചെല്ലാം ക്ലിയർ ആയതിനു ശേഷമാണ് എൻ്റെ നാട്ടുകാരിയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞത്. അങ്ങനല്ല. അപ്പോൾ ഒരിക്കൽ നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ ഒരിക്കൽ ബസ് കയറാൻ പോകുന്നു. അപ്പം എന്താ പറയുക, ലേറ്റ് ആവും. അവിടെ നിർത്തണ്ടല്ലോ. ഇപ്പം നമുക്ക് പറഞ്ഞ് സെറ്റാക്കി വരട്ടെ. അപ്പോൾ ഞാൻ പറയാൻ നേരത്ത് ബേബി പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ? ബസ് കയറാൻ വേണ്ടി നമ്മൾ ബസ് സ്റ്റോപ്പിൽ വരും. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെട്ടത്. പിന്നെ കാണുന്നത് ഓക്കെ കണ്ടുമുട്ടിയത് അങ്ങനെയാണ് കണ്ടുമുട്ടിയത്. അപ്പോൾ ഇവള് വെളുത്ത് സുന്ദരിയായൊരു കുട്ടിയായിരുന്നു കേട്ടോ. സത്യം വെള്ളക്കൂറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വെളുത്തിട്ട് സായിപ്പത്തീനെ പോലെ ഉണ്ടായി പെണ്ണ്. അങ്ങനെ ആ ടൈമിൽ എനിക്ക് അല്ലെങ്കിലും അത്യാവശ്യം നല്ല എന്താ പറയുക ഭംഗിയുള്ള പിള്ളേരെ കാണുമ്പോൾ ക്രഷ് അടിക്കുന്ന ടൈപ്പായിരുന്നു ഞാൻ. പഠിക്കുന്നതെന്ന് വെച്ചാൽ 10th വരെ ഓക്കെ കേട്ടോ. ഞാൻ
അത്രയും ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഡീസൻ്റ് പയ്യനായിരുന്നു. പിന്നീട് +1 +2 ആ ടൈമിലൊക്കെ ഒരുപാട് ക്രഷ് എനിക്കുണ്ടായിരുന്നു അല്ലേ ബേബി? ഞാൻ ബേബിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് അല്ലേ ബേബി? പറ്റില്ല, വേണ്ട. ഇപ്പോഴും ക്രഷ് അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെ അങ്ങനെയുള്ള ടൈമിലാണ് ഒരുപാട് നമ്മൾ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്താണ് ഞാൻ ബേബീനെ കാണുന്നത്, പരിചയപ്പെടുന്നതും. പിന്നെ നമ്മൾ ഒരേ നാട്ടുകാരാന്ന് അറിഞ്ഞു. പിന്നെ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഡെയിലി നമ്മൾ കണ്ടുമുട്ടും. ഇനി ബാക്കി ബേബി പറഞ്ഞോ. ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടുമുട്ടൂലേ? ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടുമുട്ടുന്നു. നമ്മൾ രാവിലെ 7:15 ബസ് അല്ലേ? 7:15 KSRTC-യിലാണ് പോകുന്നത്. 7:15 ബസ്സിനാ പോകുന്നത്. അപ്പോൾ അതിലൊരു ഇതുണ്ട്, ഞങ്ങൾ ആ ഒരു ബസ് സ്റ്റോപ്പിൽ കൂടുതൽ ഞങ്ങൾ 3 ആളാണ് ഉണ്ടാവുക. 3 ആളാണ് ബസ് കയറാൻ നിൽക്കുക. ഒന്ന് ഞാനും, ഒന്ന് ഇവളും, പിന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്, മുസ്ലിം പെൺകുട്ടിയുണ്ട്. അപ്പം ഞങ്ങൾ 3 ആളാണ്. അപ്പോൾ ആ പെൺകുട്ടി ഇവളായിട്ട് ഇടയ്ക്ക് സംസാരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു ഭാഗത്തേക്ക് മാറി നിൽക്കും. ഈ പോസ്റ്റ് കാലില്ലേ, ഈ പോസ്റ്റിൻ്റെ കാല് വെച്ചിട്ടുള്ളൊരു ബസ് വെയിറ്റിംഗ് ഷെഡാണ്. ബസ് സ്റ്റോപ്പ് എന്ന് പറയാൻ ഓക്കെ, സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പ്. ഓക്കെ, വെയിറ്റിംഗ് ഷെഡ്, അവിടെയാണ് ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം ഈ കുട്ടി ഇല്ല, വേറെ 3 ആളിൽ ഒരു കുട്ടി വന്നിട്ടില്ല അല്ലേ ബേബി? അങ്ങനല്ലേ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. ബസ് ലേറ്റ് ആയപ്പോൾ നമ്മൾ പോകുന്നു, അപ്പോഴാണ് ബസ് പോയിന്ന് അറിയാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വരും. ഓക്കെ, മറവിൻ്റെ പ്രശ്നം കേട്ടോ. ഓക്കെ, പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. അപ്പോൾ ഒരിക്കൽ പതിവ് പോലെ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു, ഇവരുടെ ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇവർ സ്പീഡിൽ അങ്ങ് പോവുക. അപ്പോഴേ എനിക്കും ടൈം ലേറ്റായി. അപ്പം ഇവർ ഓടുന്ന കണ്ടപ്പോൾ ഞാനും ഓടാൻ തുടങ്ങി. അപ്പോൾ സ്റ്റാൻഡ് എത്തിയപ്പോൾ ഇവർ പറയുന്നത് ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇവർ പറയുന്ന ആ ബസ് പോയിന്ന്. അപ്പോൾ അടുത്ത ബസ് അരമണിക്കൂർ ശേഷം, അരമണിക്കൂർ കണ്ടാണ് ആ ഒരു ബസ് കഴിഞ്ഞാൽ അരമണിക്കൂർ കണ്ട തോന്നും. അതുവരെ നമ്മൾ ബസ് ഇങ്ങനെ സ്റ്റാൻഡിൽ അല്ലേ സ്റ്റോപ്പിലിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് കമ്മിറ്റഡ് ആണോ ചോദിച്ചു. യെസ്. അപ്പോൾ കമ്മിറ്റഡ് ആണോ ചോദിച്ചു, അല്ലാന്ന് പറഞ്ഞു. കമ്മിറ്റഡ് ആണെന്ന് ചോദിച്ചു. ഓക്കെ, അല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് കമ്മിറ്റഡ് ആയാലോ എന്നൊക്കെ ചോദിച്ചു അല്ലേ? അങ്ങനെയൊക്കെ ഒരു ടോക്ക് ഉണ്ടായി അവിടെ. അപ്പം ഇവള് ചിരിച്ച് കാണിച്ചിട്ടേ ഉള്ളൂ. എന്നോട് ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആ ടൈമിൽ ഞാൻ അപ്പോൾ അന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിന്നോട് ഇഷ്ടം അല്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു എനിക്ക് അങ്ങനെയാണെങ്കിൽ നീ വേറെന്താ ചോദിച്ചില്ലേ, വലിയും കുടിയും ഉണ്ടോന്നൊക്കെ ചോദിച്ചില്ലേ, അതൊക്കെ പറയണോ? ആ സമയത്ത് ഞാൻ ഇവളോട് ഇഷ്ടമാണെന്ന് പിന്നെ അങ്ങനെ കണ്ട് കുറേ ദിവസമായല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു ഇവളോട് ഇഷ്ടമാന്നുള്ള കാര്യം, ഇഷ്ടമായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓള് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി ഒരു നോട്ട് ബുക്കിൽ നമ്പർ എഴുതി കൊടുത്ത് തന്നിന്, നോട്ട് ബുക്കിൽ നമ്പർ എഴുതി കൊടുത്ത്. പിന്നെ ഇവളെന്നിട്ട് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ട്രോഫിയും കൂടി ഉണ്ട്. ബോബി കുട്ടി തൊട്ടടുത്ത് ഇരുന്നിട്ട് കാർട്ടൂൺ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പിന്നെ ഇവളുടെ ചേച്ചിൻ്റെ അങ്ങനെ നമ്മൾ ഡെയിലി അങ്ങനെ പിന്നെ ഓക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. പക്ഷേ എന്നോട് ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാനും ഓളും ഒരുമിച്ച് ബസ്സിൽ പോവും. പക്ഷേ അധികം സംസാരമൊന്നുമില്ല, പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഇവളെ കയ്യിൽ ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചേച്ചീൻ്റെ ഫോണിൽ നിന്നായിരുന്നു കോണ്ടാക്ട് ചെയ്യുന്നുണ്ടേ, എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ടായേ. ഞാൻ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ എണിച്ചിട്ട് പല്ല് തേക്കാനുള്ളൊക്കെ ടൈമിലല്ലേ പോവും. ഇപ്പോൾ അതിൻ്റെ ആ ബേക്ക് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ എത്തിയല്ലേ നോക്കും ഇവളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് ഞാൻ മാനന്തവാടി ഇറങ്ങും. ഇവൾക്ക് കാട്ടിക്കുള്ള സ്കൂളിലേക്ക് പോകണം, അവിടുന്ന് കുറച്ച് കിലോമീറ്ററും കൂടി പോകാണ്ട്. അപ്പോൾ ഇവള് മാനന്തവാടി ഇറങ്ങിയിട്ട് ഇവള് വേറെ ബസ്സിൽ കയറിപ്പോവും, ഞാൻ വേറെ ബസ്സിൽ കയറിപ്പോവും. അങ്ങനെയായിരുന്നു നമ്മളെ പ്രണയം സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു പ്രണയം പിന്നെ ഇവള് സ്വന്തം വീട്ടിലേക്ക് അപ്പപ്പാറ അങ്ങോട്ട് പോയി. ആ സമയത്ത് പിന്നെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഇവളുടെ ഇങ്ങനെ കാണുന്നു, രാവിലെ വരുന്നു, ക്ലാസ്സിൽ പോകുന്നു, അങ്ങനെ കാണുന്നു, 2 വർത്തമാനം പറയുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വെക്കേഷൻ, ഓണത്തിൻ്റെ വെക്കേഷനെ തോന്നുന്നു, ആ സമയത്ത് എൻ്റെ വീട്ടിൽ
ഇവരൊരു ഫോട്ടോ തന്നായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനത് ആരും കാണാണ്ട് നോട്ട്ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് അത് ചേച്ചീൻ്റെ ഭർത്താവ് കാണുന്നു. അങ്ങനെ എന്നോട് ചോദിക്കുന്നു. അങ്ങനെ അവിടെ പ്രശ്നമായി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ പോയി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ വീട്ടിൽ പറഞ്ഞു. ഞാൻ വീട്ടിൽ പറഞ്ഞു. ഞാൻ ഡീസൻ്റ് കേട്ടോ. ഞാൻ പിന്നെ പ്രണയമാണെങ്കിലും അത്രയും ഡീസൻ്റ്. നമ്മളെ വീട്ടുകാരൊക്കെ പിന്നെ അളിയൻപുള്ളി ഇങ്ങനെ നമ്മളെ പണിക്ക് വർക്കിനൊക്കെ പോകുമ്പോഴേ നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമായിരുന്നേ. അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലും ഇരിക്കും. കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അളിയൻപുള്ളി പിന്നെ പോകുമ്പോൾ ഈ കണ്ണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടൊരു പോക്കാങ് പോകും. അപ്പോൾ അളിയൻപുള്ളിക്കും അളിയൻ്റെ ഏട്ടനൊക്കെ അറിയാം നമ്മൾ തമ്മിൽ അപ്പോഴേ ഇഷ്ടത്തിലാണെന്ന്. നമ്മളത് മൈൻഡ് ചെയ്യില്ല. നമ്മൾ പിന്നീട് അത് ഇവിടെ ചേച്ചീൻ്റെ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് വീട്ടിലൊക്കെ നമ്മളെ ചേച്ചി, എൻ്റെ ചേച്ചി അറിയുന്നത് കേട്ടോ. ആ സമയത്ത് എൻ്റെ ചേച്ചി അറിയുന്നത്. അങ്ങനെ പിന്നെ ആ ടൈമിൽ പിന്നെ ഇവള് വീട്ടിൽ പോയി, ഇവളുടെ സ്വന്തം വീട്ടിൽ പോയി, ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിൽ പോയി. ഞാനും പിന്നെ എനിക്ക് ബസ്സൊക്കെ അത്യാവശ്യം ഓടാൻ തുടങ്ങിയതുകൊണ്ട് ഞാനും എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഡെയിലി അവിടെ നിന്നായിരുന്നു ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഡെയിലി ബസ്സിൽ കാണും. നമ്മൾ ഒരുമിച്ചാണ് കാട്ടിക്കുളം നമ്മൾ സ്കൂൾ വരിക. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ട്രിപ്പ് അടിക്കാനൊന്നും എൻ്റെ അടുത്ത് ബൈക്കൊന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമമുണ്ട്. ട്രിപ്പ് അടിക്കാൻ സ്വന്തമായിട്ട് ബൈക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അന്നന്ന് പണിയെടുക്കുന്നു 10-450 റുപ്യ റേഞ്ചിൽ പണിയെടുക്കുന്നു. അത് അന്നന്ന് തന്നെ തീരും. കുറച്ച് സാധനം വീട്ടിലേക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത് തീരും. അത് തന്നെയായിരുന്നു നമ്മുടെ ലൈഫ്. ആ സമയത്ത് നമ്മുടെ പ്രണയം വീട്ടിലറിഞ്ഞു. പിന്നെ കുടുംബക്കാരൊക്കെ അറിഞ്ഞ്, കസിൻസൊക്കെ അറിഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു ഇങ്ങനെ പ്രണയിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് പോയിട്ട് ചോദിക്കാം, തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഇവളെ വീട്ടിൽ ഇവളുടെ അമ്മയാണ്, അമ്മയും എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും പിന്നെ ഇളാച്ചനും, അതായത് അച്ഛൻ്റെ അനിയനൊക്കെ അവരെല്ലാം കൂടി സംസാരിച്ച് സംഭവം ഒരു തീരുമാനം ഉണ്ടായി അല്ലേ. തീരുമാനം ഉണ്ടായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. എൻ്റെ മമ്മി ഓക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് വീട്ടിൽ ചേച്ചിമാരൊക്കെ വന്ന് കണ്ടോട്ടെ. ആ സമയത്ത് കൊറോണ ടൈമായിരുന്നു അല്ലേ ബേബി? നമ്മളെ കല്യാണം കഴിയുന്ന അതിൻ്റെ മുന്നേ കൊറോണ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും ഒരു സെക്കൻഡ് വന്നതാണ് കൊറോണ, രണ്ടാമതും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും നിരോധനാജ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നടത്തണമെങ്കിൽ എന്തൊക്കെയോ 15 ദിവസം മുൻകൂട്ടി അല്ല 15 ദിവസം മുൻകൂട്ടിയൊക്കെ പറയണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ച സമയത്ത് ഓക്കെ, വീട്ടുകാർക്കൊക്കെ ഓക്കെ അല്ലേ, ഓക്കെ ആയിരുന്നു. പിന്നീട് ഇവരുടെ ഒരു പെങ്ങള് അനിയത്തിയും ചേച്ചിയും എന്നെ കണ്ടിട്ടില്ല. ആ സമയത്ത് ഈ ഹിന്ദുക്കൾക്ക് വളയിടൽ ചടങ്ങ് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ വളയിലിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞു, തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് രണ്ടാമത് ഇവര് വരട്ടെ, അത് എന്നെ കാണാൻ വരട്ടെ, പെങ്ങന്മാരൊക്കെ വരട്ടെ എന്ന് വിളിച്ച് ചോദിക്കുന്നു. അപ്പം അമ്മ അങ്ങനെ സമ്മതമല്ല. ഇവളുടെ മമ്മി ചെറുതായിട്ട് ആദ്യം സമ്മതം മൂളിയ മമ്മി പിന്നീട് സമ്മതമല്ല എന്നൊരു ടോക്ക് അവിടെ വന്നു. പഠിക്കട്ടെ എന്നുള്ളൊരു ടോക്ക് വന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. എനിക്ക് ഫോണും ഇല്ല, ഇവരെ അങ്ങനെ വിളിക്കുന്നു, കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ബേബിക്ക് ഇപ്പോഴാണ് ഞാനിപ്പോൾ ഫോൺ എടുത്തതിന് ശേഷം എൻ്റെ ചെറിയ ഫോൺ ഇപ്പോൾ കൊടുക്കുന്ന നോക്ക്. അതുവരെ ഫോണും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അറിയുന്നുമില്ല. ഇങ്ങനെ പറയുന്നതോ ഇങ്ങനെ ഉറപ്പിക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ രണ്ടാമത് അമ്മ സമ്മതമല്ല എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് ഞാനും വീണ്ടും വന്നില്ലേ, അല്ലാതെ നിൽക്കേ സമ്മതമല്ല എന്ന് അറിയുന്നതിന് ശേഷം പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ അറിയുന്നത്. ഇങ്ങനെ സമ്മതിച്ചായിരുന്നു, പിന്നെ സമ്മതമല്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടും നമ്മളെ പ്രണയം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സുഹൃത്തുണ്ട്, ഇവക്ക് ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ അതുവഴി അവർ കോണ്ടാക്ട് ചെയ്യും. പിന്നെ അമ്മ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോകുമ്പോൾ എന്നെ വിളിക്കും. ചെറിയ ടൈമേ ഉള്ളൂ, എനിക്ക് സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ സംസാരിച്ച് തീർക്കുന്നത്. അയ്യോ വെക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ വെച്ചിട്ട് പോകും. അതൊക്കെ ഒരു വൈബ് തന്നെയായിരുന്നു അല്ലേ ബേബി? നമ്മളെ പ്രണയിക്കുമ്പോൾ അധികം സംസാരം കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴും കുറവാട്ടോ അല്ലേ? അങ്ങനെ അങ്ങനെ സാധാ സ്കൂളിൽ പോകുന്നു. ഇവർ ബസ് സ്റ്റാൻഡിൽ കാണും, അല്ല നമ്മൾ ബസ് സ്റ്റാൻഡിൽ കാണും, ബസ്സിൽ ഒരുമിച്ച് പോകും. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു +1 കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് ഇവർ പിന്നെയും രണ്ടാമത്
ഇവരും ചേച്ചിയും ചേച്ചീൻ്റെ ഭർത്താവും വരുന്നു. അളിയനും ചേച്ചിയും ഞാനും ഒന്നുകൂടി രണ്ടാമത് കൊണ്ട് മമ്മീൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് ചോദിക്കാന്നുള്ള കണ്ടീഷനിൽ പോയി. മമ്മി കട്ടൻ ചായയൊക്കെ വെച്ചെന്നു കേട്ടോ ആ സമയത്ത്. അടിപൊളി കട്ടൻ ചായയൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നല്ല കട്ടൻ ചായയൊക്കെ ആയിരുന്നു. അപ്പോൾ അവസാനം ചേച്ചി പറഞ്ഞു ഇവർ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലാണല്ലോ, നമുക്ക് നടത്തി കൊടുത്തൂടെ എന്നൊരു ഇത് ചോദിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു ഇല്ല, ഞാൻ അടുത്തൊന്നും കൊടുക്കുന്നില്ല, അടുത്തേക്കൊന്നും കെട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു മമ്മി. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒളിച്ചോടാനുള്ള തീരുമാനം കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചായിരുന്നു കേട്ടോ. എന്താ ബോബി? ഡോർ ഏതാ? സൗണ്ട് കുറയ്ക്കേ. ഞങ്ങളിപ്പോൾ ഉള്ളത് ക്ലൗഡ് വ്യൂ റിസോർട്ടിലാണ്. ക്ലൗഡ് വ്യൂ നേച്ചർ റിസോർട്ട്, കോറോത്ത് വരുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈ ലവ് സ്റ്റോറി പറയുന്നത് കേട്ടോ. അപ്പോൾ ബോബിക്ക് ഇപ്പോൾ വെള്ളം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോബിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഓൾ പോയിട്ടുണ്ട്. ഓളിപ്പോൾ വരും. ഇതിപ്പോൾ ചെറിയ ബ്രേക്ക്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. ഇവർക്ക് പ്രായമായിട്ടില്ല കേട്ടോ, അന്ന് 17 വയസ്സ് കഴിഞ്ഞിട്ട് 18 നമ്മൾ തീരുമാനം മാറ്റി. അവസാനം 18 വയസ്സ് പൂർത്തിയായാൽ ഇവളെ ഞാൻ കൂട്ടിയിട്ട് വരാമെന്നുള്ള വാക്ക് കൊടുത്തു അല്ലേ ബേബിക്ക്? അങ്ങനെയൊക്കെ ആയി. ആ സമയത്ത് വീട്ടിൽ അങ്ങനെ ആലോചന ഒക്കെ വന്നുകൊണ്ടുണ്ടായി. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞ് ഇങ്ങനെ ആലോചന വന്നുകൊണ്ടുണ്ട്. അപ്പം നമ്മൾ സ്നേഹിക്കുന്നവരെ എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കും അത്യാവശ്യം അറിയാമല്ലേ? അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയായിരുന്നു. അന്നേരം എന്താ പറയുക, അന്നേരം ബാക്കി പറയൂ ബേബി. എന്താ പറയുക, വേറെ ആലോചനകൾ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പം ഞാൻ ഇവരോട് പറയുന്നത് ഇങ്ങനെ ആലോചന വരുന്നുണ്ട്, എന്താ ചെയ്യാൻ. അപ്പം കർക്കിടക മാസമാണ്. അപ്പം ആ സമയത്ത് കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് നമ്മൾ. കർക്കിടക മാസത്തില് കല്യാണം പാടില്ല. ആ സമയത്താണ് എനിക്ക് 18 വയസ്സാവുക, ജൂലൈ 25. അപ്പോൾ ഇവർ ഫോണോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ പറയുന്നതാണ്, ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിലാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ 1-2 മാസം വിളിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ഇവർ പറയുന്നു ചിങ്ങം 1 നല്ലൊരു മുഹൂർത്തമുണ്ട്, വരുമോ ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചന ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്, ഏതാണ്ടൊക്കെ ഉറപ്പാവുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പാവുമെന്ന് വിചാരിച്ചപ്പം ഞാൻ ഇവരോട് അങ്ങനെ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അടി കിട്ടും ബോബിയെ. ആ സമയത്ത് എൻ്റെ ലാസ്റ്റത്തെ ചേച്ചി ഡെലിവറി കഴിഞ്ഞ് വീട്ടിലുണ്ട്. കർക്കിടക മാസത്തിൽ തന്നെ, മഴക്കാലാണ്. അപ്പോൾ ഞാൻ നിൽക്കുക ഒരു മിനിറ്റ്. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, അതുപോലെയായിരുന്നു നമ്മളെ സ്റ്റോറി. പറ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ ചേച്ചി ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഇന്ന ദിവസം 7 മണിയാകുമ്പം വരാമെന്നൊക്കെ ഇവർ പറഞ്ഞു, എന്നോട് വരാനും പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ എണീച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായി. ഒരാഴ്ച മുന്നേ ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു. ദൈവം ഇങ്ങനെ പോകണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. ഇല്ല, അത് കട്ടാക്കണം കേട്ടോ. വേണ്ട പറഞ്ഞു. അതൊക്കെ ടെൻഷനൊക്കെ ആയിരുന്നു. അതൊക്കെ ആയിരുന്നു. അങ്ങനെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കില്ല അങ്ങനെയൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാനവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് ചേച്ചിയും അമ്മയും അങ്ങനെ വീട്ടിലാണെങ്കിൽ പോലും അധികം വർത്തമാനം പറയുമോ, എന്നോട് അങ്ങനെ വലിയ കമ്പനിയൊന്നും ഇല്ലായിരുന്നു, സ്നേഹിക്കുന്നതുകൊണ്ട്. പിന്നെ അങ്ങനെ ആ ദിവസം എത്തി. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേച്ചി, 3 ചേച്ചിമാർ എനിക്ക്. ഇപ്പോൾ രണ്ടാമത്തെ ചേച്ചി എനിക്ക് ഭയങ്കര കട്ട സപ്പോർട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോകുമ്പം ചേച്ചീൻ്റെ ഫോൺ എടുത്തിട്ട് ഒക്കെ ഇവരെ വിളിക്കും. പിന്നെ അവിടെ അവർ ചെറിയൊരു കുടുംബമായിട്ട് വരും ഇവരുടെ അച്ഛൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക് കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇടയ്ക്ക് കുഞ്ഞേച്ചി വിളിക്കും. അപ്പോൾ കുഞ്ഞേച്ചി മമ്മീൻ്റെ ഫോണിൽ വിളിക്കും. അപ്പം കല്യാണത്തിന് ഡ്രസ്സിൻ്റെ അളവ് അതൊക്കെ എടുക്കണമല്ലോ, ബ്ലൗസിൻ്റെ അളവൊക്കെ, സാരി. അപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ വല്ല സിനിമ പേരോ പറഞ്ഞിട്ടായിരിക്കും നിന്നോട് ഇത്ര മണിക്ക് പോകാൻ പറഞ്ഞിനി. അപ്പോൾ ആന്ന് പറയും. പക്ഷെ മമ്മി എൻ്റെ തൊട്ടടുത്തുണ്ടാവും. ഞാൻ സംസാരിക്കുന്ന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, നിന്നോട് ഇത്ര മണിക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞു
അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഒരു 7 മണി ഫിക്സ് ചെയ്ത് നമ്മൾ രാവിലെ ഇറങ്ങാൻ. അപ്പോൾ നിൽക്കൊരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഞങ്ങളെ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടിയുള്ള തീരുമാനം കാര്യങ്ങളും, അതായത് ഇവളോട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ഇന്ന ദിവസം വന്ന് കൂട്ടിയിട്ട് പോകുന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശനി ഏതാ ദിവസം കഴിഞ്ഞ കല്യാണം ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ചെറിയൊരു ഇതുണ്ട്, ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാനന്തവാടി തന്നെ പള്ളിയറ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചായിരുന്നു. ആ സമയത്ത് ഈ കൊറോണേൻ്റെ ഒരു ചെറിയൊരു മാനദണ്ഡം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ ഉള്ളതുകൊണ്ട് തന്നെ 10 പേർക്ക് കൂടാൻ പറ്റൂല, പിന്നെ 15 ദിവസം മുന്നേ ബുക്ക് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ഞങ്ങൾക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൽ നടത്താൻ പറ്റിയില്ല. പിന്നെ എൻ്റെ സ്വന്തം നാട്ടിൽ നടത്തണം തന്നെ എന്തായാലും ഇവളുടെ മമ്മി അറിയും, അത് വലിയൊരു പ്രശ്നമായിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ മാനന്തവാടിയുള്ള പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മളെ പരിചയക്കാരുണ്ട്. അപ്പോൾ ആ ഒരു വഴിയാണ് ഞങ്ങളവിടെ എല്ലാം തീരുമാനിച്ച് കല്യാണം അവിടെ സെറ്റാക്കിയത്. അങ്ങനെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തലേ ദിവസം പോയിട്ട് സെറ്റാക്കി കേട്ടോ. ഡ്രസ്സും അങ്ങനെ വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല, ഒരു കല്ലും അങ്ങനത്തെ ഒരു പാട്ടുണ്ട്, ആ ഒരു ടൈപ്പ് കല്യാണമായിരുന്നു. അപ്പോൾ രാവിലെ ചേച്ചീൻ്റെ അനിയത്തിൻ്റെ അളവിനാണ് എനിക്ക് സാരി ബ്ലൗസ് എല്ലാം അടിച്ചത്. നമ്മളെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടില്ല, കല്യാണത്തിനൊന്നും ഉണ്ടായിട്ടില്ല. കർണാടകയും കേരളം അതിർത്തി അങ്ങനെ ബൈർകുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ തറവാട്, അച്ഛൻ്റെ തറവാട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു നമ്മുടെ കല്യാണം വലിയ അടിച്ച് പൊളിച്ച് ഇതാക്കണം എന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ആ സമയത്ത് സംഭവം അതൊന്നും നടന്നിട്ടില്ല. ചെറിയ രീതിയിലൊരു കല്യാണം നടത്താൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ലാഭമായി എന്ന് തന്നെ പറയാം അല്ലേ ബേബി? യെസ്, ലാഭമായി എന്ന് പറയാം. അങ്ങനെ രാവിലെ പോകുന്നു. അപ്പോൾ ഇവള് എല്ലാം ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ഇതൊക്കെ ഇല്ലേ അതെല്ലാം സെറ്റാക്കി, ആധാർ കാർഡ് അങ്ങനെയൊക്കെ എടുത്തു. രാവിലെ 7 മണിയായപ്പോൾ ഞാൻ വയലിൽ കൂടെ വന്ന് ആ സമയത്ത് ഇവരും അളിയൻ്റെ കാറിൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഇവളുടെ മമ്മി രാവിലെ എണിച്ചിട്ട് പണിക്ക് പോകും. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പം പശുക്കളുണ്ട്, അപ്പോൾ പശുവിനൊക്കെ കറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അവളുടെ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. ഇവള് ചേച്ചീനോട് പറഞ്ഞോ? ചേച്ചി അന്നേരം ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണല്ലോ. അപ്പോൾ വാവക്കൊരു ഉമ്മയെല്ലാം കൊടുത്ത് ചേച്ചി കാണാണ്ട് ഉറങ്ങുന്നതുകൊണ്ട് ചേച്ചി കാണാണ്ട് ഞാൻ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇറങ്ങി. അങ്ങനെ നേരെ ഇവരുടെ വീട്ടിൽ കയറിയിട്ടില്ല, കല്യാണം കഴിയാണ്ട് വീട്ടിൽ കയറാൻ പാടില്ല. അപ്പോൾ നേരെ ആ വണ്ടിയിൽ തന്നെ നേരെ മാനന്തവാടി പോയി. അവിടെ നമ്മൾ കസിൻ ഉണ്ട്, ഈ കല്ലോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കസിൻ ഉണ്ട്. അവിടെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചേഞ്ച് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മളെ കല്യാണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ മുണ്ടെല്ലാം എടുത്തിട്ട് വയലിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നൊക്കെ സീനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും പോയി. അവിടെ നിന്ന് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ആ സമയത്ത് ആധാർ കാർഡിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആധാർ കാർഡിൽ ഇവൾക്ക് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പകുതി എത്തിയപ്പോഴാണ് ഇങ്ങനെ ആ സമയത്ത് ആധാർ കാർഡ് വേണം, വയസ്സറിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അമ്പലത്തിൽ കാണിക്കണം. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ജൂലൈയിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരിക, പക്ഷേ സെപ്റ്റംബർ 25 ആധാർ കാർഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് 18 വയസ്സായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു പേടിയായി, വീട്ടിൽ നിന്ന് ഇറങ്ങും ചെയ്തു. എന്ത് ചെയ്യുന്ന പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓടിയത് ഡേറ്റ്, ഞാൻ ജയിലിൽ പോയനെ ബർത്ത് പിന്നെയാണ് ഓർത്തത് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. അതിനകത്ത് കൃത്യം 18 വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്, ജൂലൈ 25. അങ്ങനെ അതുകൊണ്ട് രക്ഷപ്പെട്ട്, അതുകൊണ്ട് കഴിച്ചിലായി പോയി. ദൈവസഹായം എന്നൊക്കെ പറയാം. ചിങ്ങം 1 മലയാള മാസം ചിങ്ങം 1 നമ്മളെ കല്യാണം കഴിഞ്ഞത്. ഇംഗ്ലീഷ് നീ പറ. ആഗസ്റ്റ് 17 നമ്മളെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ അവിടുന്ന് ക്ഷേത്രത്തിന് കല്യാണം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങിയത് നമുക്കൊരു ഫോൺ കോൾ വന്ന് സ്റ്റേഷനിലേക്ക് അവളുടെ മമ്മിയും ഇവര് മെമ്പറേയും കൂട്ടിയിട്ട് പിന്നെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയത് വീട്ടിലേക്കല്ല, നേരെ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ആദ്യം എത്തി സ്റ്റേഷനിൽ കേട്ടോ, തിരുനെല്ലി സ്റ്റേഷനിൽ ആദ്യം എത്തി. അത് കഴിഞ്ഞിട്ടാണ് മമ്മി എത്തിയത്. അതിൻ്റെ ഉള്ളിൽ പോലീസുകാരായിട്ട് സംസാരിച്ചു. ആ സമയത്ത് ഇവക്ക് ഓക്കെ ആണല്ലോ, ഇവക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നല്ലേ.
ആ സമയത്ത് അങ്ങനെ സംസാരം കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഇവളുടെ മമ്മിയും മെമ്പറൊക്കെ വന്നു. അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ ജസ്റ്റ് വന്നു അല്ലേ, പറഞ്ഞു ഒപ്പിട്ടു പോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞു മമ്മീനോട് വീട്ടിലേക്ക് വരി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മമ്മിക്ക് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കാം. നമ്മളിപ്പോൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ കല്യാണം ഒക്കെ ചെറിയ രീതിയിൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സ്. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആരെ വെച്ചിട്ടുണ്ടാവുക? അമ്മേൻ്റെ കൈപ്പുണ്യം. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിൽ സംഭവമൊക്കെ റെഡിയായി. പിന്നെ ഹെൽത്ത് എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നു, ആശാ വർക്കർ വിളിക്കുന്നു, കല്യാണം കഴിഞ്ഞ വിവരം എന്താ പറയാത്തേന്ന് ഫുള്ളും ഇതായിരുന്നു. കൊറോണ ടൈമിൽ ഭയങ്കര ഇതായിരുന്നു സംഭവം. പിന്നെ ഓക്കെ, കുഴപ്പമില്ലാണ്ടായി. അധികം ആളൊന്നും കൂടാത്തതുകൊണ്ട് വന്നവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് മമ്മീൻ്റെ അടുത്ത് പോകുമായിരുന്നു കാണാൻ. വീട് അടുത്തായതുകൊണ്ട് തന്നെ പോകാല. അങ്ങനെ ഇടയ്ക്ക് കാണാനൊക്കെ പോകും. വിളിച്ചാൽ ഫോണൊന്നും എടുക്കില്ല, ഇതിന് സർവ്വസാധാരണം. അങ്ങനെ വിളിക്കുമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ എന്തിനാണ് വിളിച്ചത് പറഞ്ഞിട്ട് മമ്മി ഇങ്ങനെ ഫോണ് കട്ടാക്കും. എന്നാലും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വർഷം 9 മാസം കൊണ്ടില്ല, 9 വർഷം, 1 വർഷം ആവാനായി. ആ സമയത്ത് പിന്നെ കുഴപ്പമില്ല, ഒന്നായി. പിന്നെ ചേച്ചിമാർ, ഒരു ചേച്ചി, അതായത് എൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് നിന്ന ചേച്ചി എപ്പോഴും വിളിക്കുമായിരുന്നു. ആ ചേച്ചി മാത്രമേ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളൂ എല്ലാ കാര്യത്തിലും. പിന്നെ ഒളിച്ചോട്ടം പറയാനാവില്ല. പകുതി കുടുംബക്കാരൊക്കെ അറിഞ്ഞ്, എൻ്റെ വീട്ടുകാർ പകുതി അറിഞ്ഞ്. പിന്നെ ഞാൻ പോകുന്ന എന്തായാലും വീട്ടുകാർക്ക് അറിയായിരുന്നു. പിന്നെ മനസ്സിലൊരാളെ വെച്ചിട്ട് വേറെ ഒരാൾ കൂടെ ജയിക്കുന്നത് അത് നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ സത്യത്തിൽ ഗൈസ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ക്രഷ് അടിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബോബി അനക്കണ്ട, ക്രഷ് അടിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഏകദേശം ഒരു കണക്ക് പറയുന്ന ഒരു 16ാമത്തെ ആളായിരിക്കും ബേബീൻ്റെ കണക്ക് കൂടി പറഞ്ഞു. ടൈം പാസ് പോലെയല്ല നോക്കിയത്. ആരെ? എന്നെ. ബേബീനെ ഞാൻ ടൈം പാസ് പോലെയാണ് നോക്കിയത്. ആ ടൈമിൽ അങ്ങനെ ടൈം പാസ് പോലെ നോക്കി. ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. ബേബിക്ക് എത്ര ഇതുണ്ടായി പറ? ബേബിക്ക് 1-2 1-2 അത്രേ ഉള്ളൂ കേട്ടോ, സത്യാവസ്ഥ അത്. പിന്നെ 3 ബേബി നീ ആകെ 1 എന്നോട് പറഞ്ഞേ. അത് ജസ്റ്റ് ക്രഷ് 1-2 ഓക്കെ, 2-3 ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും എനിക്ക് 15 ഞാൻ. അപ്പോൾ ഓക്കെ, നമ്മളെ ലവ് സ്റ്റോറി കേൾക്കാൻ മനസ്സ് കാണിച്ചതിന് എല്ലാവരും താങ്ക്സ്. അച്ഛനും അമ്മേനെയും വേദനിപ്പിക്കും. പിന്നെ നമ്മളെ വർക്കിൻ്റെ കാര്യം. അതിനുശേഷമാണ് ഷോപ്പിൽ നിന്നൊക്കെ അക്കൗണ്ടൻ്റായിട്ട് ഒരു 4 വർഷം വർക്ക് ചെയ്തു. പിന്നെയാണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ ഈ മുളയരി പായസത്തിൻ്റെ പരിപാടിയായിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ യൂട്യൂബ് ചാനലും അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അത്യാവശ്യം റീച്ച് ആയിക്കൊണ്ട് പോകുന്നു. ഹാപ്പിയാണ് അല്ലേ ബേബി? ഞങ്ങൾ ഹാപ്പി, ഞങ്ങളുടെ വീട്ടുകാർ ഹാപ്പി, എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ ഒരു ബോബിയും കൂടി ഹാപ്പിയാണ്. നമ്മുടെ രണ്ടാമത്തെ ബോബി. ആദ്യത്തെ ഒരു ചെറിയൊരു ഇതുണ്ടായില്ലേ, ഒരു എത്രാം മാസത്തിലാ? 6ാം മാസത്തിൽ ഒരു അബോർഷൻ ഉണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയായിരുന്നു. 2ാമത്തെ കുട്ടിയാണ് നമ്മളെ ബോബിക്കുട്ടി. അങ്ങനെയൊക്കെ ആണ് നമ്മളെ സ്റ്റോറി. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ട് ഇത്ര നേരം നമ്മളെ സഹിച്ച് വീഡിയോ കണ്ടതിന് എല്ലാവരോടും താങ്ക്സ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ FBയിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കുറേ ദിവസം വിളിക്കാണ്ടൊക്കെ ഇരുന്നില്ലേ, അത് പറയണ്ടേ? എവിടുന്ന്? എപ്പോൾ? ചേച്ചി പ്രസവിച്ച് കിടന്ന സമയത്തൊക്കെ. വലിയ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കുറവായിരുന്നു, കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അങ്ങനെ നോർമൽ അവിടെ ഇവിടുന്ന് ഇടക്കും തലക്കുള്ളൊരു വിളി മാത്രം. ഓക്കെ, താങ്ക് യു.